മലയാളത്തെ പോലെ തന്നെ ഒരുപാട് മലയാളികൾ കാണുന്നതും അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ബിഗ് ബോസാണ് തമിഴ് ബിഗ് ബോസും. ഈ 7 സീസണുകളിലെ ടോപ്പ് 5 ലോഗോസിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. 5ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് സീസൺ 5 ലോഗോ. ഈ ഒരു ലോഗോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ചപ്പാത്തി പരത്തെന്ന് പറയുന്ന നന്നായിട്ട് പരത്തി വെച്ചിട്ടുള്ളൊരു ലോഗോയാണ്. മാത്രമല്ല നക്ഷത്രമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, ഈ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ നക്ഷത്രമൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ ഫോണ്ടും, അതായത് ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ ചപ്പാത്തി പരത്തി പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഇതിൻ്റെ മുൻ സീസൺ അല്ലെങ്കിൽ 1നും 3നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ലോഗോയാണിത്. ചപ്പാത്തി പരത്തി വെച്ചിട്ടുള്ളൊരു ലോഗോ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് മറ്റ് 2 ലോഗോ, അതായത് സീസൺ 3നെയും 1നെയും അപേക്ഷിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ലിസ്റ്റിൽ വെച്ചത്. പിന്നെ അൾട്ടിമേറ്റിൻ്റെ ലോഗോ എന്ന് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന ലോഗോ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് ഈ ലിസ്റ്റിൽ വെച്ചത്. അടുത്തതായിട്ട് ബിഗ് ബോസ് സീസൺ 2ൻ്റെ ലോഗോ. ഈ ഒരു ലോഗോയുടെ ഒരു കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡഡ് വേർഷനാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസിൽ ഈ ഒരു കണ്ണിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തത്. ഇതൊന്ന് 2വിൽ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ണിൻ്റെ ഭാഗത്ത് ശരിക്കുള്ള ഒരു കണ്ണിൻ്റെ പോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ആ ഒരു ഭാഗം കൊണ്ടുവന്നത്. മാത്രമല്ല ഈ ഒരു റോയലിനെക്കാട്ടും ഉപരി ഒരു ക്ലോക്കിൻ്റെ ഒരു ചിഹ്നം പോലെയാണ് ഇതിൻ്റെ ഒരു ആൽഫബറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട്. മാത്രമല്ല മലയാളം ബിഗ് ബോസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെളിച്ചമായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷാഡോ പോലെയാണ്. അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു ഫോണ്ട്, ഒരു ഷാഡോവും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ തന്നെ സാധിക്കും. അതാണ് ഇതിലൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് ബിഗ് ബോസ് സീസൺ 4ൻ്റെ ലോഗോ. എന്താണ് ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ മലയാളത്തിൽ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ചോദിക്കുന്ന പോലെയാണ് സീസൺ 4ൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇത് മലയാളം സീസൺ 4 മലയാളം സീസൺ 4 നിങ്ങൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സീസൺ ഓഫ് കളേഴ്സ് എന്നായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ് ആയിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ലോഗോയാണ്, റെയിൻബോൻ്റെ കളറൊക്കെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യം ഇല്ലേ, ആ ഒരു ഫോണ്ട്, അതൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുക. അതേ ഫോണ്ട് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഏകദേശം. മാത്രമല്ല ഇതിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഈ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൃഷ്ണമണിയൊക്കെ കുറച്ച് ചെറിയതാണ്. അതായത് നമ്മൾ മുൻ സീസണുകളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൃഷ്ണമണിയൊക്കെ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ ഇതിൽ ആണെങ്കിൽ ചെറിയതാണ്. അടുത്തത് സീസൺ 6ൻ്റെ ലോഗോ. നമ്മുടെ 2ാമത്തെ പൊസിഷനിലാണ് ഈ ലോഗോനെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ലോഗോയിൽ ഒരു ഹിഡൻ ഡീറ്റെയിലുള്ള പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 6 എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് അതുപോലെയാണ് അതിൻ്റെ ഐയുടെ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കളർഫുൾ, അല്ലെങ്കിൽ കളർഫുൾ എന്ന് പറയുന്നതിന് ഉപരി ഒരു ഫയറിൻ്റെ ഒരു രീതിയിലൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഇതിൽ ബി എഴുതിയിരിക്കുന്ന രീതി തിരിച്ചിട്ടുള്ള ഒരു 6 പോലെയാണ് എഴുതിയിട്ടുള്ളത്. 6 പോലെയല്ല, തിരിച്ചിട്ടുള്ള ഒരു 6 പോലെയാണ് ഇതിൽ ബിയുടെ ആ ഒരു ഫോണ്ടും അതുപോലെ എഴുത്തൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും സീസൺ 5ൻ്റെ അത്ര അരോചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. മാത്രമല്ല കണ്ണിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒരു കളർഫുള്ളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. 1ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് സീസൺ 7ൻ്റെ ലോഗോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു സീസണാണ് സീസൺ 7. മാത്രമല്ല ഈ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു എഴുത്തിൽ വരെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് മറ്റുള്ള ഇതിലൊക്കെ ഈ ഒരു ബിഗ് ബോസിൻ്റെ എഴുത്ത് ഭയങ്കര പരത്തിയിട്ട് അല്ലെങ്കിൽ ഒരു വേറൊരു ഫോണ്ടിൻ്റെ രീതിക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, വേറൊരു ഫോണ്ടിലായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയായിരുന്നു എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി സീസൺ 1 മുതൽ അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സീസൺ 7ൻ്റെ ഈ ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും കുറച്ച് സീസണുകളിൽ ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ എഴുത്തായിട്ട് അവർ കൊണ്ട് നടക്കാൻ പോയിട്ട് പോകുന്നത്. മാത്രമല്ല ആ 7 എന്ന് എഴുതിയിരിക്കുന്ന രീതി, ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്ന രീതി, അതുപോലെ തന്നെ ഈ ഒരു ലോഗോ എന്ന് പറഞ്ഞാൽ കുറേയധികം വലിയ ലോഗോയാണെന്ന് പറയാം. ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് പാടാണ്. അതായത് ഈ റോയൽ ലുക്കുള്ള ഒരു ലോഗോ തന്നെയാണ്. ഒരു വാളിൻ്റെ ഒക്കെ ലുക്ക്, ഒരു ആയുധത്തിൻ്റെയൊക്കെ ഒരു ലുക്കൊക്കെ നമുക്ക് തരുന്നുണ്ട്. മറ്റേ സീസൺ 5ൻ്റെ കുറച്ചുകൂടി ഇന്ന്, സീസൺ 5 അല്ലല്ലോ, സീസൺ 2ൻ്റെ കുറച്ചുകൂടി ഇന്ന് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനാണെന്ന് തന്നെ പറയാം. പക്ഷേ അത് വേറൊരു രീതിക്കായിരുന്നു, വേറൊരു ടൈമിൻ്റെ ഒക്കെ ഉണ്ട് ഒരു രീതിക്കായിരുന്നു. പക്ഷെ ഇത്
വേറെ ലെവലായിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ മലയാളത്തിൽ നിന്ന് ചെറിയൊരു കാര്യം പിടിച്ചിട്ടുണ്ടായത്, ആ ഒരു കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തമിഴ് ബിഗ് ബോസിൻ്റെ ലോഗോ ഏതാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് ബിഗ് ബോസിൻ്റെ ലോഗോനെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.